വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ട നടപടിയെ സധൈര്യം നേരിടുമെന്ന് മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാം. ഹർജിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കലിന് തന്നോട് ശത്രുതയുണ്ടെന്നും തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നും KM എബ്രഹാം കുറ്റപ്പെടുത്തുന്നു. കിഫ്ബി CEO സ്ഥാനത്ത് നിന്ന് സ്വയം രാജിവെക്കില്ലെന്നും പദവിയിൽ തുടരണോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നും കിഫ്ബി ജീവനക്കാർക്കുള്ള വിഷുദിന സന്ദേശത്തിൽ KM എബ്രഹാം പറഞ്ഞു. ഷഫീദ് റാവുത്തറാണ് ചേരുന്നത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷഫീദ്, അപ്പോൾ താൻ ഇങ്ങനെയൊരു കാര്യം ചെയ്തിട്ടില്ല എന്നുള്ള ഉറച്ച ആത്മവിശ്വാസവും ധൈര്യവുമാണോ അദ്ദേഹത്തെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത്? മറ്റൊരു കാര്യം, ഈ ജോമോൻ പുത്തൻപുരയ്ക്കലിന് തന്നോട് നേരത്തെ തന്നെ ശത്രുതയുണ്ട്. മുൻപ് ധനവകുപ്പിൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഈ PWD ഗസ്റ്റ് ഹൗസ് ദുരുപയോഗം ചെയ്തു, അതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പിഴയും ചുമത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു വൈരാഗ്യ ബുദ്ധിയോടെയാണ് പെരുമാറുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ. സംസ്ഥാനത്തെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, അതായത് കിഫ്ബി CEO സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥൻ, മാത്രവുമല്ല മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരാളെന്ന നിലയിൽ KM എബ്രഹാമിനെതിരെയുള്ള ഹൈക്കോടതിയുടെ CBI അന്വേഷണ ഉത്തരവ് അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ആ സ്ഥാനത്തിരിക്കാൻ, അതായത് കിഫ്ബി CEO സ്ഥാനത്തിരിക്കാൻ KM എബ്രഹാം അർഹനല്ല എന്ന കുറ്റപ്പെടുത്തലടക്കം ഉണ്ടാവുകയും ചെയ്തു. ഇതിന് പിന്നാലെ അന്ന് KM എബ്രഹാം ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് കിഫ്ബി ജീവനക്കാർക്ക് നൽകിയ വിഷുദിന സന്ദേശത്തിൽ അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ കേസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെയുള്ള ആരോപണത്തെ കുറിച്ചൊക്കെ ജീവനക്കാർക്ക് മുൻപിൽ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്, അല്ലെങ്കിൽ വിശദമായി തന്നെ പറയുന്നുണ്ട്. അതായത് കിഫ്ബി CEO സ്ഥാനത്ത് നിന്ന് സ്വയം രാജിവെക്കില്ല എന്ന് അദ്ദേഹം സംശയലേശമന്യേ ആ മെയിലിൽ പറയുന്നു, ആ വിഷുദിന സന്ദേശത്തിൽ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പദവിയിൽ തുടരണോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം. നിലപാട് വ്യക്തമാക്കൽ, ഇതിൽ താൻ ഈ നിലപാട് വ്യക്തമാക്കുന്നതിന്റെ സാഹചര്യത്തെ കുറിച്ചടക്കം അദ്ദേഹം ആ വിശുദിന സന്ദേശത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ CBI അന്വേഷണ ഉത്തരവിട്ട നടപടിയെ സധൈര്യം നേരിടും എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നു. മാത്രവുമല്ല, എന്തുകൊണ്ടാണ് തനിക്കെതിരെ ഇങ്ങനെ ഒരു ഗൂഢാലോചന വന്നത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നുണ്ട്. അതിന് അദ്ദേഹം ഈ ഹർജിക്കാരന്റെ അല്ലെങ്കിൽ പരാതിക്കാരന്റെ പേര് അത് പറയുന്നില്ലെങ്കിൽ കൂടി കൃത്യമായി തന്നെ അദ്ദേഹം അതാരാണ്, ജോമോൻ പുത്തൻപുരയ്ക്കൽ എന്നുള്ള കാര്യം അദ്ദേഹം പറയാതെ പറയുന്നുണ്ട് പലത്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം 2016 ഒരു സംഭവമാണ്. അന്ന് താൻ ധനവകുപ്പ് സെക്രട്ടറി ആയിരിക്കെ ഈ ഹർജിക്കാരൻ PWD റെസ്റ്റ് ഹൗസ് ദുരുപയോഗം ചെയ്തു. അങ്ങനെ ദുരുപയോഗം ചെയ്ത് താൻ കണ്ടെത്തുകയും അതിൽ ഈ പരാതിക്കാരനൊരു പിഴ ഈടാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അന്നു മുതൽ ഈ പരാതിക്കാരനായിട്ടുള്ള ജോമോൻ പുത്തൻപുരയ്ക്കലിന് തന്നോട് വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ KM എബ്രഹാം സംശയലേശമന്യേ ജോമോൻ പുത്തൻപുരയ്ക്കലിന് തന്നോട് വൈരാഗ്യമുണ്ട്, ശത്രുതയുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആ ശത്രുതയിന് മേൽ നടന്ന ഗൂഢാലോചന, ആസൂത്രണം അടക്കമുള്ള കാര്യങ്ങളും KM എബ്രഹാം തന്റെ വിശുദിന സന്ദേശത്തിൽ പറയുന്നുണ്ട്. കൂടാതെ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുൻ വിജിലൻസ് മേധാവിയായിട്ടുള്ള ജേക്കബ് തോമസിനെ കുറിച്ചാണ്. ജേക്കബ് തോമസും ഈ ഹർജിക്കാരനൊപ്പം നിന്നു എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ജേക്കബ് തോമസ് അദ്ദേഹം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു കാര്യം കണ്ടെത്തി. അന്ന് ധനവകുപ്പ് സെക്രട്ടറി ആയിരുന്നു KM എബ്രഹാം. അന്നേരവും അദ്ദേഹം ഒരു കാര്യം കണ്ടെത്തി. ഏതാണ് കോടിക്കണക്കിന് രൂപയുടെ ഒരു ക്രമക്കേടായിരുന്നു കണ്ടെത്തിയത്. ആ ക്രമക്കേടിനെ തുടർന്ന് ഇരുവരും നടത്തിയ ഗൂഢാലോചനയാണ് തനിക്കെതിരെയുള്ള ഇപ്പോഴത്തെ ഈ പരാതിയും CBI അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ കൂടി കാര്യങ്ങൾ വ്യക്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വരവിൽ കവിഞ്ഞ സ്വത്ത് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതിൽ കോടതി തന്റെ വാദം പൂർണ്ണമായും കേട്ടില്ല, അതല്ലെങ്കിൽ താൻ ഹാജരാക്കിയിരുന്ന തെളിവുകൾ പൂർണ്ണമായും പരിശോധിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് തനിക്ക് ഈ തന്റെ പാരമ്പര്യ സ്വത്തുക്കൾ അതുണ്ടായിരുന്നു, അതടക്കമുള്ള കാര്യങ്ങളാണ്. താൻ എന്തുകൊണ്ട് ഈ സമ്പാദ്യത്തെക്കാൾ അല്ലെങ്കിൽ വരവിനേക്കാൾ കൂടുതൽ EMI അടയ്ക്കാനുള്ള സാഹചര്യം അങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യം KM എബ്രഹാം വ്യക്തമാക്കുന്നുണ്ട്. മാത്രവുമല്ല, താൻ നേരത്തെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ ഈ സെബിയുടെ തലപ്പത്തിരിക്കുന്ന സമയത്ത് തന്നെ ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി KM എബ്രഹാം ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഒരു വിശുദിന സന്ദേശം എന്നതിനപ്പുറത്തേക്ക് കൃത്യമായി അദ്ദേഹം ആ മെയിലിൽ ദ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരു പാരഗ്രാഫിൽ അദ്ദേഹം ഈ ആരോപണം ഗൂഢാലോചന സംബന്ധിച്ചിട്ടുള്ള ഇങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് പറയുന്നു. അതിൽ ഒരാള് ഹർജിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കലാണ്, മറ്റൊന്ന് മുൻ വിജിലൻസ് DGP ആയിരുന്ന ജേക്കബ് തോമസ് ആണ്. അപ്പൊ ഇത്തരത്തിലൊരു ഗൂഢാലോചന ഉണ്ട് എന്ന് പറയുമ്പോൾ ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെയും രണ്ട് കാര്യത്തിൽ തന്നോട് വൈരാഗ്യമുണ്ട്, ഈ വൈരാഗ്യത്തിന്റെ പേരിലാണ് ഇത് എന്നാണ് പറയുന്നത്. പക്ഷെ അത് തെളിയിക്കാൻ എന്താണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്? നിയമ നടപടികളാകുമ്പോൾ തെളിവുകളും ആവശ്യമാണല്ലോ.
കൃഷ്ണ ഇക്കാര്യത്തിൽ സ്വാഭാവികമായും അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട്. തുടർ നടപടികളുമായി മുന്നോട്ട് പോകും, ഏതെങ്കിലും തരത്തിൽ അതിൽ നിന്ന് ഒളിച്ചു മാറില്ല, പിന്മാറില്ല എന്ന് നേരത്തെ തന്നെ കെ എം എബ്രഹാം പ്രഖ്യാപിച്ച കാര്യമാണ്. പക്ഷേ ഈ സമയത്ത് ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം കിഫ്ബി പദവിയിൽ നിന്ന് ഒഴിയില്ല എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യവും, രണ്ടാമത്തേത് ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് മുൻപ് പൊതുജനങ്ങൾക്ക് മുൻപിൽ അതല്ലെങ്കിൽ ഈ കിഫ്ബി സ്ഥാനത്ത് താൻ വെറുതെ അങ്ങ് കടിച്ചു തൂങ്ങുന്നതല്ല, പകരം താൻ ഇപ്പോൾ രാജിവെച്ചാൽ അത് തനിക്കെതിരെ ഗൂഢാലോചന നടത്തി ആരോപണം ഉന്നയിച്ച് കോടതിക്ക് മുൻപിലേക്ക് ഈ വിഷയത്തെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയത്തെ കൊണ്ടുവന്ന ആളുകൾക്ക് മുൻപിൽ തോറ്റുകൊടുക്കുന്നതായി പോകും എന്നുള്ളത് കെ എം എബ്രഹാം ഈ അദ്ദേഹത്തിന്റെ ഈ വിശുദ്ധ സന്ദേശത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം 2 പാരഗ്രാഫിൽ അതിൽ ഓൺ ദ മെറിറ്റ്സ് ഓഫ് ജഡ്ജ്മെന്റ് എന്ന് പറയപ്പെടുന്ന പാരഗ്രാഫിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഈ EMI പേയ്മെന്റുകളെ കുറിച്ച്. അതിൽ അദ്ദേഹം ഈ സെബിയുടെ തലപ്പത്തിരിക്കുന്ന സമയത്ത് തന്നെ താൻ കൊടുത്ത ഡോക്യുമെന്റുകളെ കുറിച്ച് പരിശോധിച്ചില്ല കോടതി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതായത് എവരി റുപ്പി എന്ന് പറയുന്ന ഒരു വരിയുണ്ട്. അതിൽ താൻ ചെലവഴിച്ച ഓരോ തുക സംബന്ധിച്ചും അത് ട്രാൻസ്പെറന്റ് ആണ്, അതിൽ എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ആക്ഷേപം. രണ്ടാമത്തേത് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി ഇൻ കൊല്ലം, അതായത് കൊല്ലത്തെ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിലും അദ്ദേഹം പറയുന്നത് പാരമ്പര്യാവകാശമുള്ള, അതായത് തന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട കൈവന്ന സ്വത്തുക്കളെ കുറിച്ച് അതല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതും ട്രാൻസ്പെറന്റ് ആണ്, അതിന്റെ ബാങ്ക് റെക്കോർഡ് അടക്കമുള്ള കാര്യങ്ങൾ വിജിലൻസ് എൻക്വയറി സമയത്ത് തന്നെ താൻ സമർപ്പിച്ചതാണ് എന്നുള്ള കാര്യം കെ എം എബ്രഹാം പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു കൃത്യമായ പരിശോധന അതല്ലെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ ചില രേഖകൾ പരിശോധിക്കാനുള്ള ഒരു മനസ്സ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം.